കാണാതായ പ്രിയപ്പെട്ടവർ തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിലാണ് ചിലർ. കൈരളി വാർത്താ സംഘത്തോട് പ്രതികരിക്കുമ്പോഴും ഇവർക്ക് തേങ്ങലടക്കാനാവുന്നില്ല. നമ്മളതാണ് ആ സ്ഥലം. നമ്മളെ ഏട്ടനും അമ്മ മക്കളൊക്കെ പോയി കിടക്കാം. ഒരാളെയും കിട്ടിയിട്ടുമില്ല. അമ്മനെയും മോനെയും കിട്ടിയെന്നുള്ളൂ. ബാക്കി 3 പേരുണ്ട് ഇതിൽ. 3 പേര് അവരെ അമ്മ നമ്മൾ ഇവിടുന്ന് വാർപ്പൊക്കെ പൊളിച്ചിട്ട് എടുത്ത് മിനിഞ്ഞാന്ന് നമ്മൾ വന്നിട്ട് ആ അമ്മ. പിന്നെ നമ്മളെ ഏട്ടൻ്റെ കുട്ടീനെ കിട്ടിയത് അവിടെ നിന്നാണ് കിട്ടിയത്. അത് ഇന്നലെ കിട്ടിയതാണ്. പിന്നെ നമ്മളെ ഏട്ടനെയും കിട്ടണം, ചേച്ചിനെ കിട്ടണം. അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരെ കിട്ടാണ്ട് ഇവിടുന്ന് ഒന്നും കിട്ടിയിട്ടില്ല. അത് ഏട്ടനും പിന്നെ ഏട്ടൻ്റെ 2 മക്കളും ഭാര്യയും പിന്നെ അമ്മയും. അതിൻ്റെ ഉള്ളിൽ ഇതാണ് എൻ്റെ വീടുണ്ടായത്. അവർ 2 പേരെ കിട്ടി, ബാക്കി 3 പേരെ കാണിയിട്ടില്ല. ഇതെൻ്റെ ചെറിയമ്മൻ്റെ വീടായിരുന്നു. അവരുടെ ഡോക്യുമെൻറ്റും അവരുടെ പേപ്പറും അവൻ്റെ പാസ്പോർട്ടൊക്കെയാണ്. അത് ഇവിടുന്ന് കിട്ടിയതാണ്. പൂർണ്ണമായി ഈ ചാലൊന്ന് നീക്കി തരണം. ഈ ചാലിലുണ്ടാവും. ഇന്നലെ ഇവിടെയാണ് കിട്ടിയത്, ഇവിടെ നിന്നാണ് കിട്ടിയത് ചെറിയോനെ. ബാക്കി 3 ആൾ ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. പുറത്ത് ചാടിയെന്നല്ലേ പറഞ്ഞത്. ഇപ്പോൾ വന്നപ്പോഴാണ് ഇതൊക്കെ കിട്ടിയത്, ഈ ആൽബം കാര്യങ്ങൾ. ഇത് മാത്രം ബാക്കിയുള്ളൂ. ഞങ്ങൾക്ക് ഇനി വേറെ ഒന്നുമില്ല. ഞങ്ങൾക്ക് തല അയക്കാനുള്ള ഒരു വീടായിരുന്നു എല്ലാവർക്കും. എല്ലാം പോയി. ഞങ്ങളിപ്പോൾ റോഡിലാണിപ്പോൾ താമസം. ഞങ്ങൾ വന്ന് കിടക്കുന്ന വീട് അത് മേലെ ഞങ്ങൾ കിടക്കും. ഏട്ടൻ താഴെ കിടക്കും. ഞങ്ങളന്ന് കുട്ടികളും രക്ഷപ്പെട്ടത് അന്ന് എൻ്റെ മോളെ ഇത് കാര്യത്തിന് മീംസ് പോകേണ്ട വന്നുകൊണ്ട് ഞങ്ങൾ കഴിച്ചില്ലായതാണ്. അന്ന് ഞങ്ങൾ വന്ന് വരാത്തതുകൊണ്ട് ഞങ്ങൾ ഇതായതാണ്. ഞങ്ങൾ കർക്കിടക മാസത്തിന് ബലിയിടാനൊക്കെ ഇവിടെ വരേണ്ട. അച്ഛൻ പോയതാ. അല്ല, ഞങ്ങൾ കുട്ടീൻ്റെ വരെ കാര്യത്തിന് വേണ്ടി പോയതും ഇതൊക്കെയാണ്. അന്ന് രാത്രി ഒന്നും വന്നില്ല. എൻ്റെ ഒരു അനിയനുണ്ട് ഇവിടെ. അവനും എല്ലാവരും ഞങ്ങൾ ഇവിടെ ഒന്നും നിൽക്കില്ല. ഞങ്ങളെ കുടുംബ വീടല്ലത്. അങ്ങനെ രക്ഷപ്പെട്ടതാ.